തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ്, തോട്ടത്തിൽ ആർക്കേഡ്, ഓപ്പോസിറ്റ് സയാന ഹോട്ടൽ, TB ജംഗ്ഷൻ, മൂവാറ്റുപുഴ. മൂവാറ്റുപുഴ കല്ലൂർക്കാട് റോഡിൽ കുഴിമ്പിത്താഴത്ത് ബൈക്കുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിലായിരുന്ന മൂന്നാമത്തെ യുവാവ് മരിച്ചു. മൂവാറ്റുപുഴ കിഴക്കേക്കര ചാലക്കര നികേഷ് ഷെഡമോനാണ് മരിച്ചത്. മൂവാറ്റുപുഴ കല്ലൂർക്കാട് റോഡിൽ കുഴിമ്പിത്താഴത്ത് ബൈക്കുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിലായിരുന്ന മൂന്നാമത്തെ യുവാവ് മരിച്ചു. മൂവാറ്റുപുഴ കിഴക്കേക്കര സ്വദേശി ചാലക്കര നികേഷ് ഷെഡമോനാണ് ചികിത്സയിലിരിക്കെ മരിച്ചത്. ഏനാനെല്ലൂർ കുഴിമ്പിത്താഴത്തിന് സമീപം കഴിഞ്ഞ 24-നാണ് അപകടമുണ്ടായത്. എതിർദിശകളിലെത്തിയ ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ നികേഷ് ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ തിങ്കളാഴ്ചയാണ് മരിച്ചത്. ഇതോടെ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 3ആയി. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മാലിക്കുന്നിൽ ഇന്ദ്രജിത്തിന്റെ ജീവൻ അന്ന് തന്നെ നഷ്ടപ്പെട്ടിരുന്നു. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരുന്ന രണ്ടാമത്തെ യുവാവ് വെള്ളൊടുക്കുന്നം കാവുങ്കര KK ഹൌസിൽ മുഹമ്മദ് കാസിമും കഴിഞ്ഞ ദിവസം മരണപ്പെട്ടിരുന്നു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.